ഒരു കാലത്ത് ആരും സ്നേഹിക്കാനില്ലാതെ പുറന്തള്ളപ്പെട്ടു പോയ എന്നെയും ഈ ബൈബിൾ ഉയർത്തിപ്പിടിക്കാൻ ഇടയാക്കിയത് ആ യേശുവിൻ്റെ മഹാസ്നേഹമാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ്. പക്ഷേ വളർന്നു വന്നപ്പോൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, വലിയ ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങൾ, ഇങ്ങനെ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് ഹൃദയം നൊന്തിട്ട് ഇനി ഒരിക്കലും എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ്, യേശുവായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലായിരുന്നു, അങ്ങനെ ജീവിച്ച ഒരാളാണ് ഞാൻ. തെരുവീതിയിൽ നിന്നുകൊണ്ട് ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. ചോരച്ചാല് നീന്തിക്കയറി തൂക്കുമരത്തിൽ ഊഞ്ഞാലാടി എന്നൊക്കെ പറഞ്ഞ് മുഷ്ടി ചുരുട്ടി ഇൻക്ലാബ് വിളിച്ചുകൊണ്ട് തെരുവീതിയിലൂടെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വിളിക്കുന്ന സമയത്ത് ഭയങ്കര ആവേശമാണ് ആ സമയത്ത്. പക്ഷെ വീട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ നിരാശ, വേദനയാണ് ഹൃദയത്തിനകത്ത്. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ജീവിതം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, കാശുള്ളപ്പം, ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, സ്വാധീനമുള്ളപ്പോൾ എല്ലാവർക്കും വേണം. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കരിയാപ്പില പോലെ എടുത്ത് പുറത്തു കളയും. അങ്ങനെ തകർന്ന് ജീവിച്ചൊരു കാലഘട്ടം. ഒരിക്കൽ ഞാൻ ഇതുപോലൊരു സുവിശേഷ യോഗത്തിൽ എന്നെ ഒരാൾ വിളിച്ചോണ്ട് പോയതാണ്. ഏറ്റവും പുറകിൽ ഞാൻ പോയിരിക്കുകയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആ യോഗത്തിലിരിക്കാൻ. പക്ഷെ പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ, അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നെന്ന പോലെ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. മോനെ, ഒരു ശൗലിന് ദൈവത്തെ വേണ്ടെങ്കിൽ മറ്റൊരു ശൗലിനെ എഴുന്നേൽപ്പിച്ചിട്ട് സുവിശേഷം പ്രസംഗിപ്പിക്കുന്നവനാണ് ദൈവം. ഒരു യൂത യേശുവിനെ ഒറ്റിക്കൊടുത്താൽ അതിലും കരുത്തനായ മറ്റൊരു യൂതയുടെ കൈ തൂലിക കൊടുത്ത് യേശുവിനെ കുറിച്ച് എഴുതിപ്പിക്കാൻ അവന് കരുത്തുണ്ട്. ഒരു ശീമോൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു ശീമോനെ വയലിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ക്രൂശ് ചുമപ്പിക്കാൻ കഴിയും യേശുവിന്. പക്ഷെ നഷ്ടമാകുന്നത് കുഞ്ഞേ നിനക്കായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ വാചകം ചാട്ടുളി കയറുന്ന പോലെ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് പാഞ്ഞു കയറി. ആ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തെ പിടിച്ചു. ഞാൻ പറഞ്ഞു, യേശുവപ്പച്ച, എനിക്ക് കഴിവില്ല, എനിക്ക് ബന്ധങ്ങളില്ല, എന്നെ ആർക്കും വേണ്ട, എല്ലാവരും എന്നെ തള്ളിയിരിക്കുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ആ സമയത്ത് ഞാൻ അനുഭവിച്ചത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. ദൈവസ്നേഹം എൻ്റെ അകത്ത് തിരതള്ളാൻ തുടങ്ങി. എനിക്ക് തോന്നിയത് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാനാ. പക്ഷെ എന്നെ കൊണ്ടുവന്ന സഹോദരൻ അപ്പുറത്തുണ്ട്, എന്നെ പരിചയമുള്ള പലരും ആ വേദിയിൽ സദസ്സിലൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ചിന്തിച്ചു, പലർക്കും പരിചയമുള്ള ഞാനേ അവിടെ ഇരുന്ന് പരസ്യമായിട്ട് കരഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം, എന്നെ അവർ കളിയാക്കും. അതുകൊണ്ട് ഞാൻ പിടിച്ചിരുന്ന് നോക്കി. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ഇങ്ങനെ കഴിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല സഹോദരങ്ങളെ. ഞാൻ ആ സദസ്സിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ ജീവിതം യേശുവിനായി നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നെന്നെ കയറിപ്പിടിച്ചയ ദൈവസ്നേഹത്തിൻ്റെ കരുത്താണ് ഇന്ന് രാത്രിയിലും എന്നെ നിർത്തിയിരിക്കുന്നതെങ്കിൽ, ഈ ദൈവസ്നേഹം ഇന്ന് രാത്രി ഇവിടെ വിളിച്ചു പറയുമ്പോഴും ആർക്കും നിങ്ങളെ വേണ്ടേ, നിങ്ങളെയും ചേർത്ത് പിടിക്കാൻ കരുത്തുള്ളൊരു ക്രിസ്തു ഉണ്ട്. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സുവിശേഷം പ്രസംഗിച്ച് തുടങ്ങിയത് തന്നെ മനുഷ്യൻ്റെ ആത്മാവിനെ തൊടാൻ ഈ സുവിശേഷത്തിനെ കരുത്തുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ്. 7 വർഷമായിട്ടുള്ളൂ ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയിട്ട്. 7 വർഷം. ഞാനൊരു പ്രസംഗനല്ല, അങ്ങനെ പ്രസംഗിച്ചതുമല്ല, ഗതിയില്ലാതെ പ്രസംഗിച്ച, വേറെ ആരും പ്രസംഗിക്കാനില്ലാഞ്ഞതുകൊണ്ട് പ്രസംഗിച്ച. അപ്പം ഞങ്ങളൊരു സുവിശേഷ യാത്രയ്ക്ക് പോയിട്ടിങ്ങനെ തിരികെ വരികയാണ്. ഞാനിനി ഒരിക്കലും പ്രസംഗം നിർത്തില്ല എന്ന് തീരുമാനിച്ചൊരു സംഭവം പറയാൻ പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വരുന്നതിൻ്റെ ഇടവിൽ കണ്ണൂർ ചൊവ്വ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങളെത്തി. അപ്പം അവിടെ ഞാൻ പ്രസംഗിക്കുകയാണ്. വലിയ പ്രസംഗമൊന്നുമല്ല, പക്ഷെ അന്ന് തുടക്കം പ്രസംഗിച്ചിങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ കണ്ടൊരു ദൃശ്യം പറയാം. ഒരു ചേട്ടൻ കയ്യിൽ മടക്കി കുത്തി, എന്നിട്ട് ബീഡി വലിക്കുകയാണ്. എൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്നെ വിരട്ടുകയാണ്. ഷർട്ടൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച്, മുണ്ടൊക്കെ മടക്കി കുത്തി, ബീഡിയൊക്കെ വലിച്ചിട്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ലെന്നേ. ഈ പുള്ളി അതുപോലുള്ള നിപ്പാ നിൽക്കുന്നേ. ഞാൻ പ്രസംഗിക്കണമല്ലോ, പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്നാണെങ്കിൽ ഞാൻ ഗവനിക്കില്ല, പക്ഷെ അന്ന് അങ്ങനല്ല. അപ്പം ഞാൻ പെതിയെ സൈഡിലോട്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗം കേട്ട ആൾ എൻ്റെ കൂടെ സൈഡിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ബാക്കിലോട്ട് തിരിഞ്ഞു.
അപ്പോൾ ഈ പുള്ളിയും ബാക്ക് വന്നു. അപ്പോൾ ഈ ടേബിൾ ഫാൻ കറങ്ങത്തില്ലേ, അതുപോലെ ഞാനും കറങ്ങുന്നുണ്ട്, ഈ പുള്ളിയും കറങ്ങുന്നുണ്ട്. എന്നെ പ്രസംഗിക്കാൻ പുള്ളി സമ്മതിക്കത്തില്ല. ഞാൻ ചെയ്തൊരു പരിപാടി പറയാം. ഞാൻ കണ്ണടച്ച് പ്രസംഗിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഈ ചേട്ടൻ എവിടം വരെ ആയെന്നറിയാൻ വേണ്ടി ഞാൻ കണ്ണൊന്ന് തുറന്നു നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തൊരു കാഴ്ച പറയാം. ആദ്യം നിന്ന നിപ്പല്ല പുള്ളിയുടെ, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കയ്യിലൊക്കെ മര്യാദയ്ക്ക് താഴ്ത്തിയിട്ടിരിക്കുകയാണ്. കയ്യിൽ ബീഡി പുകയുന്നില്ല. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അടുത്തോട്ട് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് തലയിലോട്ടങ്ങ് വെച്ചു. എന്നിട്ട് അടിച്ചതിൻ്റെ വീഡിയോ കൂടാണ്. എങ്കിലും പറയാണ്, പ്രാർത്ഥിക്കും സാറേ. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ അധികം ദൂരമൊന്നുമില്ല. ഞാൻ പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ ഓട്ടോ ഓടിക്കുന്ന സഹോദരന്മാരുണ്ട്. അവരെല്ലാം കൂടെ പറഞ്ഞു, ഉപദേശി പോവല്ലേ, ഇവൻ വട്ടനാണ്, ഇവൻ അടിക്കും, നല്ല തല്ലു ഇവൻ പാർഷന്മാരെ അടിച്ച കേസാണ്, പോകരുത്. ഞാൻ ചിന്തിച്ച് എന്തായാലും വിളിച്ചില്ലേ പോവും. ഇപ്പം എൻ്റെ കൂടെ ഒരു 10-12 പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാനിവരെല്ലാം വിളിച്ചു, നമുക്കൊന്ന് പോകാമെന്ന്. പക്ഷേ ഒരെണ്ണവും വന്നില്ല. അവരുടെ കുഴപ്പമില്ല, അവർക്ക് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവരങ്ങ് മാറി. എൻ്റെ കൂടെ വന്ന ഒരാളുണ്ട്. അപ്പോൾ നാളെ അദ്ദേഹം ദൈവജനം സംസാരിക്കുന്നുണ്ട്. ഫെയ്ത്ത് പ്ലസ് നാളെയല്ലേ? അപ്പോൾ ഫെയ്ത്ത് പ്ലസിനും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഫെയ്ത്ത് പ്ലസിനും കൂടെ എൻ്റെ കൂടെ വന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ നേരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറുന്ന രംഗം ഞാൻ ഇപ്പോഴും മറക്കില്ല. അടുക്കള വഴിയാണ് അകത്തോട്ട് കയറുന്നത്. അടുക്കളയിൽ നമ്മൾ തേങ്ങ പൊതിച്ചിട്ട് കൂട്ടിയിടത്തില്ലേ, അതുപോലെ അടിച്ച കുപ്പികൾ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ഹോളിനകത്തേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ അദ്ദേഹത്തോട് സുവിശേഷം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഇറങ്ങി പുറത്തോട്ട് വന്നു. 2 പിള്ളേരും പുറത്തോട്ട് വന്നു. ഭാര്യ ചോദിച്ചു, എന്തിനാ ഉപദേശി പ്രാർത്ഥിക്കുന്നേ? ഇപ്പം ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് മദ്യപാനം നിൽക്കാനാ. ആ ഭാര്യ പറഞ്ഞ വാചകം ഞാൻ പറയാം, പ്രാർത്ഥിക്കുമ്പോൾ ഇയാൾ തൊലയാൻ പ്രാർത്ഥിക്കുക. കാര്യം ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല ഉപദേശി. ഇത് പറയുന്ന കേട്ടപ്പോഴത്തേന് ഈ മനുഷ്യനുണ്ടല്ലോ അലറിക്കരയാൻ തുടങ്ങി. ഈ കരച്ചിലിൻ്റെ ഇടയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട്, അദ്ദേഹത്തോട് സുവിശേഷം പറയുന്നത് നിർത്തിയിട്ട് തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഇദ്ദേഹം മുട്ടുമേലങ്ങ് വീണു. മുട്ടുമേ വീഴുന്ന മനുഷ്യൻ താണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നെടുമ്പാട് വീണു. എന്നിട്ട് അവിടെ കിടന്ന് അലറുകയാണ്, യേശുവേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. സത്യം പറഞ്ഞാൽ സുവിശേഷം അന്ന് പങ്കുവെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇദ്ദേഹത്തിൻ്റെ കോള് വരുമ്പോൾ ഞാൻ ഭയപ്പെട്ടാണ് ഫോൺ എടുത്തത്. എനിക്കറിയില്ല എന്തിനായി വിളിച്ചേ. ഞാൻ വിചാരിച്ചു ഇന്നലത്തെ ആ അടിച്ച വീര്യം കൊണ്ട് പുള്ളി കാണിച്ച പണിയാണ്. ഇന്ന് സുബോധം വന്നപ്പോൾ എന്നെ വിളിച്ചതാണ്ട് പറയാൻ പോവാണ് എന്ന് പേടിച്ചാൽ ഞാൻ എടുക്കുന്നേ. പക്ഷെ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇന്ന് രാത്രി ഞാനൊന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തിലാദ്യമായിട്ട് ഒരു തുള്ളി മദ്യം പോലും നാവി തൊടാതെ കഴിഞ്ഞ രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഇന്ന് ഞാനിത് പ്രസംഗിക്കുമ്പോൾ കണ്ണൂർ ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി, മക്കൾക്ക് നല്ലൊരു അപ്പനായി, അതിലുപരിയായി ഈ വചനവും എടുത്തുകൊണ്ട് പള്ളി പോകുന്ന ഒരു മനുഷ്യനാക്കി ദൈവം ആ മനുഷ്യനെ മാറ്റിയെങ്കിൽ, ഇവിടെ പാട്ടുപാടുന്ന സഹോദരൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ, ലഹരി വിമോചന കേന്ദ്രങ്ങൾക്ക് സാധ്യമാക്കാത്തത്, കൗൺസിലിംഗ് സെന്ററുകൾക്ക് സാധ്യമാകാത്തത്, സാധ്യമാകുന്ന ഒരു സ്ഥലമുണ്ട്. അത് നസ്രേനായ യേശു ക്രിസ്തുവിന്റെ സ്ഥലമാണ്. ഇന്ന് രാത്രി ആ യേശുവിനെ ഇതിനകത്ത് പ്രസംഗിക്കുമ്പോൾ സഹോദര, നിന്റെ ജീവിതം മാറാൻ ക്രിസ്തുവല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ജനലക്ഷങ്ങൾ എന്തുകൊണ്ട് യേശുവിന്റെ പുറകെ പോകുന്നു? അതിന്റെ ഒന്നാമത്തെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. യേശു പാപരഹിതൻ. അങ്ങനെ ഒരാൾ ഉലകത്തിലുണ്ടെങ്കിൽ യേശുവേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റാരുടെ പുറകെ പോകുന്നതിനേക്കാളും നേട്ടം യേശുവിന്റെ പിറകെ. ഇന്ന് രാത്രിയിൽ യേശുവിനെ ഇതുവരെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടാൻ. അതിനാണ് ഇവിടെ ഫെയ്ത്ത് സെറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇനി 2, എന്തുകൊണ്ടാണ് ക്രിസ്തുവിലേക്ക് ജനലക്ഷങ്ങൾ ആകർഷിക്കപ്പെടുന്നത്? ഉത്തരം ഞാൻ പറയാം. യേശുവിനെ പോലെ സ്നേഹിക്കാൻ കരുത്തുള്ള ഒറ്റ വ്യക്തിപ്രഭാവവും ഉലകത്തിൽ ഇല്ല. പ്രൈസ് ദ ലോർഡ്. നെപ്പോളിയൻ ബൊണോപ്പാർട്ട് എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തി, അദ്ദേഹം പടയോട്ടങ്ങൾ നടത്തി, തേരോട്ടങ്ങൾ നടത്തി സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച മനുഷ്യനാണ്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് 2 കര ഉയർത്തിക്കാട്ടിയിട്ട് തൻ്റെ അനുയായികളും സൈനികരും പടയാളികളും ഒക്കെ നിൽക്കുമ്പോൾ പറഞ്ഞൊരു വാചകം ഞാൻ പറയാം. ഞാൻ നെപ്പോളിയൻ ബൊണോപ്പാർട്ട്,
സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു, സത്യമാണ്. പക്ഷേ ഇതേ എൻ്റെ കരം നോക്കിയേ, എൻ്റെ കരത്തിൽ മുഴുവൻ രക്തക്കറയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. അത് നസ്രയനായ യേശുവാണ്. ഒരു തുള്ളി രക്തം പോലും ഊറ്റാതെ, രക്തം പോലും തൻ്റെ അനുയായികളുടെ ചിന്താതെ, പടവാളുകൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതെ, സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് നസ്രയനായ യേശുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, ജനലക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഞാനും പെടും. ഒരു കാലത്ത് ആരും സ്നേഹിക്കാനില്ലാതെ പുറന്തള്ളപ്പെട്ടു പോയ എന്നെയും ഈ ബൈബിൾ ഉയർത്തിപ്പിടിക്കാൻ ഇടയാക്കിയത് ആ യേശുവിൻ്റെ മഹാസ്നേഹമാണ്. ഒരു മനുഷ്യൻ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ കാല് തെറ്റി ഒരു വലിയ ചെളിക്കുണ്ടി വീണു. എന്നിട്ട് അവിടെ കിടന്നിട്ട് കയ്യും കാലും ഇട്ട് അടിക്കുക. ഇങ്ങനെ കയ്യും കാലും ഇട്ട് അടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനത് വഴി പോയി എന്നെ പരിചയമുള്ള ആളാണെന്ന് വിചാരിക്കുക. എന്നെ കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുവനെ, എന്നെ ഒന്ന് രക്ഷിക്കടാ, ഞാനിപ്പം ചാവും. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ ചെയ്ത പരിപാടി പറയാം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കൊയറാണ്. അപ്പം ഈ സഹോദരൻ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരാൾ ഇപ്പം ചാവും, പെട്ടെന്ന് ഇനി വരണമെന്ന് പറഞ്ഞു. അത് വരുന്നതിനിടയിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. കീബോർഡ് വായിക്കുന്ന നമ്മുടെ സഹോദരനെയും വിളിക്കണം. പിന്നെ ട്രംസെറ്റ് അടിക്കുന്ന പുള്ളിയോട് പറയണം ട്രംസെറ്റ് എല്ലാ സാധനവും എടുത്തുകൊണ്ട് വരണേക്കാൻ. എന്നിട്ട് അത്യാവശ്യം ഒരു 10,000 വാട്ട്സ് സൗണ്ടെങ്കിലും മിനിമം വേണം. ഓക്കെ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അടിപൊളി പാട്ടും അനുഗ്രഹിക്കപ്പെട്ട ആരാധന. എന്നിട്ട് ഞാനൊരു 1 മണിക്കൂർ നിന്ന് കത്തിക്കുകയാണ് പ്രസംഗം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പുള്ളി രക്ഷപ്പെടുവോ? പറഞ്ഞു, രക്ഷപ്പെടത്തില്ലയോ? അപ്പോൾ രക്ഷപ്പെടാതിരിക്കുന്നതാണ് ഭേദം. രക്ഷപ്പെട്ടാൽ ആദ്യം പുള്ളിക്കിട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ചാവാൻ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ നിൻ്റെ പാട്ടെന്തിനാടാ എനിക്ക്, നിൻ്റെ പ്രസംഗം എന്തിനാടാ? അവിടെ ആവശ്യം പ്രസംഗമല്ല, അവിടെ ആവശ്യം പാട്ടല്ല. പാട്ടവനെ രക്ഷിക്കില്ല, പ്രസംഗം അവനെ രക്ഷിക്കില്ല. ഇനി ഞാൻ അവനോട് പറയാ, തീർത്ഥാടനം നടത്തിയാൽ നീ രക്ഷപ്പെടും, ചെരുപ്പൊന്നും ഇല്ലാതെ മല കയറിപ്പോ എന്ന് പറഞ്ഞാൽ, എടാ ചാകാൻ കിടക്കുന്നവന് ഒന്ന് നടക്കാൻ പറ്റുമോ? അവൻ ചാകുക, അവൻ കുഴിയിൽ മുങ്ങിത്താഴാൻ പോവാ. അവനോട് ഞാൻ പറയാം, മെഴുകുതിരി കത്തിച്ചാൽ നീ രക്ഷപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനാവശ്യം മെഴുകുതിരി അല്ല, അവനാവശ്യം പാട്ടല്ല, അവനാവശ്യം പ്രസംഗമല്ല, അവനാവശ്യം ചെളിക്കുണ്ടിൽ മുങ്ങിത്താടുന്ന അവനെ കരം പിടിച്ചു പൊക്കിയെടുക്കാൻ ഒരു രക്ഷകനാണ്. ചരിത്രമാരംഭിച്ച അന്നു മുതൽ ഇന്നുവരെ ലോകത്തിലെ മത നേതാക്കൾക്കോ രാഷ്ട്രീയ ആചാര്യന്മാർക്കോ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ കഴിയാതിരുന്നപ്പോ 2000 വർഷങ്ങൾക്കപ്പുറം സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ മുങ്ങിത്താണ മാനവരാശിയെ കരം പിടിച്ചു പൊക്കിയെടുത്ത ഒരു രക്ഷകനുണ്ടെങ്കിൽ ആ രക്ഷകന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോ, ദേശമേ, യേശുവല്ലാതെ മനുഷ്യന്റെ പാപത്തിന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല.